ചിക്കൻ മോമോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി ഇതിന്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതിനു വേണ്ടി 400 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ 3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ഗ്രീനും കുറച്ച് മല്ലിയില അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സോയാ സോസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ഉപ്പ് ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാനിതിപ്പോൾ ചപ്പാത്തി പലകയിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് പൊടി ഇട്ടിട്ടായാലും പരത്തിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മടക്കി എടുത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ 2 അറ്റവും നടുവിലേക്ക് കൊണ്ടുവന്ന് ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ മോമോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് എണ്ണ പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. പിന്നെ ഇതേ രീതിയിൽ തന്നെ മുഴുവൻ മോമോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയം അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 25 മുതൽ ഒരു 30 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മോമോസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം.